നമ്മുടെ മുളക് ചെടിയിൽ ഉള്ള ബാക്ടീരിയൽ വാട്ടം, ഇലപ്പേൻ അങ്ങനെയുള്ള കീടബാധകൾക്കൊക്കെ നമുക്ക് ഒരു പരിഹാരം ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ഫ്രണ്ട്സ്, റിയൽ ഗ്രീൻ ബോക്സിൻ്റെ മറ്റൊരു ജൈവ കൃഷിയുടെ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുളക് ചെടിയും തക്കാളിയും പാവലുമൊക്കെ നല്ലപോലെ പരിചരിച്ച് കായ്ഫലം തന്നു തുടങ്ങുമ്പോഴാണ് ഈ കീടങ്ങളുടെ ആക്രമണം തുടങ്ങുന്നത്. ഈ പാവലിൻ്റെ ഇല അരിപ്പ പോലെയാക്കുന്നത് ആമവണ്ടിൻ്റെ ലാർവയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമവണ്ടിൻ്റെ ലാർവയാണ് ഈ കാണുന്നതൊക്കെ. ആമവണ്ട് ഇലയുടെ അടിയിൽ വന്നിരുന്ന് മുട്ടയിട്ട് അവിടെ ലാർവകൾ വിരിഞ്ഞ് ആ ലാർവകളുടെ ഭക്ഷണമാക്കുന്ന ഇലകളാണ് ഈ കാണുന്നത്. ഇതുപോലെ പാവലിൻ്റെ ഇലകൾ അരിപ്പ പോലെയാക്കുന്ന ആമവണ്ടിൻ്റെ ലാർവക്കെതിരെയും മുളക് ചെടിയിലുള്ള ബാക്ടീരിയൽ വാട്ടം, ഇലപ്പേൻ എന്നിവയ്ക്കെതിരെയുമുള്ള ഒരു പ്രതിവിധിയാണ് ഞാനിന്ന് ഈ കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ജൈവിക പ്രതിവിധിയാണിത്. 1 ടീസ്പൂൺ ചാരം നമ്മൾ എടുത്ത് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജൈവ രീതിയിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക. നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിൽ നല്ലപോലെ ലയിക്കുന്ന പോലെ അലിയിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് ഒരു തുണിയിൽ അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പിയിലേക്ക് ഈ അരിച്ചെടുത്ത പാനീയം ചേർത്ത് അതിൻ്റെ കൂടെ 1 ദിവസം പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളവും ചേർത്ത് നന്നായി സ്പ്രേ ചെയ്യുന്ന ഒരു സ്പ്രേയർ ഇട്ട് ആ കുപ്പിയിൽ മുറുക്കി സ്പ്രേ ചെയ്യുക. ഈ വല പോലെ ആക്കിയിരിക്കുന്ന വണ്ട്, അതായത് മത്തൻ വണ്ടിൻ്റെ അല്ലെങ്കിൽ ആമവണ്ടിൻ്റെയൊക്കെ ലാർവകളാണ് ഈ ഇലയുടെ അടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ തക്കാളിച്ചെടിയിലുള്ള ബാക്ടീരിയൽ വാട്ടത്തിനും ഇത് വളരെ നല്ല ഒരു പ്രതിവിധിയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അടുപ്പിച്ച് 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണും വരെ നിങ്ങളുടെ റിയൽ ഗ്രീൻ ബോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും സന്ധിക്കും വരെ വണക്കം.